ഹേയ് ഗഡികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ടീച്ച്. നിങ്ങൾ തംബ്ലൈനിലും അതുപോലെ തന്നെ തുടക്കത്തിൽ ടൈറ്റിൽ കാർഡിലൊക്കെ കണ്ട പോലെ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സിനിമയുടെ പേരാണ് ഡ്രാഗൺ. അതെ, പ്രദീപ് രംഗനാഥൻ നായകനായെത്തുന്ന രണ്ടാമത്തെ സിനിമ ആയിട്ടുള്ള ഡ്രാഗൺ. ഇങ്ങനെ ലവ് ടുഡേ എന്ന് പറയുന്ന ഒരു കിടിലൻ സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സിനിമയാണ്. സോ അതുപോലത്തെ ഒരു സിനിമ പ്രതീക്ഷിച്ച് പോയ എനിക്ക് അതുപോലെ അല്ലാതെ വളരെ നല്ലൊരു സോഷ്യൽ മെസ്സേജുള്ള നല്ല എല്ലാവരും കണ്ടിരിക്കേണ്ടതായിട്ടുള്ളൊരു സിനിമയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇറ്റ്സ് എ വർത്ത് വാച്ച് എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അതായത് തമിഴിൽ നിന്ന് കുറച്ച് ഫീൽ ഗുഡ് സിനിമകളെ നമുക്കറിയാം, കുറച്ച് ഗുഡ് നൈറ്റ്, അതുപോലെ തന്നെ പാർക്കിംഗ്, അതുപോലെ കുറച്ച് ഫീൽ ഗുഡ് സിനിമകളെ അവർ ഇറക്കാറുള്ളൂ. പക്ഷേ ഇറക്കുന്ന സാധനങ്ങൾ അടിപൊളി സംഭവിക്കും. പ്രത്യേകിച്ച് ഈ ലവ് ടുഡേ അങ്ങനത്തെയൊക്കെ സിനിമകൾ, അതായത് അധികം ബഡ്ജറ്റ് കുറവുള്ള എന്നാൽ ആൾക്കാർക്ക് ഫാമിലി ഓഡിയൻസിനായാലും കണ്ടിരിക്കാൻ പറ്റുന്ന കിട്ടില്ല കുറേ സിനിമകൾ തമിഴിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മലയാള സിനിമ പണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ പേര് കേട്ടതാണെങ്കിലും ഇതുപോലൊരു സിനിമ എടുക്കാൻ മലയാളത്തിലൊരു ഡയറക്ടർക്കും ഇതുവരെ തോന്നിയില്ല എന്നുള്ളതാണ്. നമ്മുടെ ഓ മൈ കടകുളെ എന്ന് പറയുന്ന വിജയ് സേതുപതിയിലൊക്കെ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ഓ മൈ കടകുളെ എന്ന് പറയുന്ന സിനിമ മുഴുവനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ടും മാറി എന്തോ ടൈം ട്രാവൽ അങ്ങനെ എന്തോ കോൺസെപ്റ്റ് ആയിട്ടുള്ള ദൈവം അങ്ങനെ എന്തോ പരിപാടിയാണ്. ഞാൻ കറക്റ്റായിട്ട് സിനിമ കണ്ടിട്ടില്ല, എനിക്ക് കണ്ടതായിട്ട് ഓർക്കുന്നില്ല. പക്ഷേ ലവ് ടുഡേ എന്ന് പറയുന്ന സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. പിന്നെ എടുത്തു പറയാനുണ്ട് പ്രദീപ് രംഗനാഥൻ എന്ന് പറയുന്ന ഒരു ആക്ടറാണ്. എനിക്ക് പലപ്പോഴും ധനുഷിനെ ഓർമ്മ വന്നു, ആളുടെ ഒരു സ്ക്രീനിലെ ആളെ. എനിക്ക് ശരിക്കും ധനുഷിൻ്റേതായിട്ടുള്ളൊരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ കിട്ടിലൻ ഒരു സ്ക്രീൻ പ്രസൻസ് ആൾക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇനി അടുത്ത് വരുന്നൊരു SK, അതായത് ശിവകാർത്തികേയനാണ് പ്രദീപ് രംഗനാഥൻ എന്നാണ് പലരും പറയുന്നത്. പക്ഷേ ഞാൻ പറയുന്നു അടുത്തവരായിരിക്കുന്ന ഒരു ധനുഷായിരിക്കാം മേ ബി പ്രദീപ് രംഗനാഥൻ. കാരണം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അതായത് തുടങ്ങിയപ്പോഴേ അതിനുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹിറ്റുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ സ്വപ്നം കാണുന്ന ഓരോരുത്തർക്കും ഒരു ഇൻസ്പിറേഷൻ, ഒരു ഇതാണ് പ്രദീപ് രംഗനാഥൻ എന്ന് പറയുന്നത്. ഹീസ് വിൻഡ് ആസ് ആൻ ഡയറക്ടർ ഓർ ആൻ ആക്ടർ, അതായത് ഒരു നായകനായിട്ടും ഡയറക്ടറായിട്ട് കോമാളി എന്ന് പറയുന്ന ഒരു സിനിമയായിട്ട് നമ്മളെ എല്ലാവരെയും ഒരു സമയം ചിരിപ്പിക്കുകയും ചെയ്തൊരു സിനിമയാണ്. അതുപോലെ തന്നെ ഒരു സിനിമയാണ് ഈ ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമ. നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ അവരെന്താണ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അവസാനമാകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. ഈ സിനിമയുടെ ഒരു പോക്ക് വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ സിനിമ പോകുന്നത് നമുക്ക് മനസ്സിലാവുമെങ്കിലും ഈ സിനിമ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ച് പരമാവധി കൊണ്ടുവന്നത് ലവ് ട്രാക്ക് ആയാലും അതുപോലെ തന്നെ പല കാര്യങ്ങളായാലും എനിക്ക് ഈ സിനിമയിലാകെ ഇഷ്ടപ്പെടാതെ പോയെന്ന് പറഞ്ഞാൽ കുട്ടി ഡ്രാഗൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. ആളുടെ പർപ്പസ് തന്നെ സിനിമയിൽ വെറുപ്പിക്കുക എന്നുള്ളതാണ്. അത് ആൾ ഭംഗിയായിട്ട് ആളെയും വെറുപ്പിക്കുന്നുണ്ട്, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെയും വെറുപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു സമയം കഴിയുമ്പോൾ ആൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതുപോലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കല്ലേടി ഒരു ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഓവറോൾ ഇറ്റ്സ് എ റിയലി ഗുഡ് മൂവി. OTT ഇറങ്ങുമ്പോൾ കാണാനായിരിക്കും പലരും വിചാരിച്ചിട്ടുണ്ടാകും. കാരണം ഇപ്പോൾ പരീക്ഷാ മാസമൊക്കെയാണ്. എന്തായാലും ഇപ്പോൾ എല്ലാവരും എമ്പുരാന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ ഒരു സിനിമ ആൾക്കാരെ മിസ് ചെയ്യും. അപ്പോൾ തീർച്ചയായും OTT ഇറങ്ങുമ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. ഞാൻ സിനിമ കാണണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ കുറേ തിയേറ്ററിലേക്ക് രണ്ടാം ആഴ്ച ആയപ്പോഴത്തേക്കും കുറേ തിയേറ്ററുകളിലേക്ക് ഈ സിനിമ സ്പ്രെഡ് ആകുമ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വിജയമായിട്ടുള്ളതാണെന്ന്. നമ്മുടെ രാഗത്തിലൊക്കെ ഈ സിനിമ ഹൗസ്ഫുള്ളായിട്ടൊക്കെയാണ് ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഓഫീസർ വന്നിട്ട് കത്തി കയറി നിൽക്കുന്ന സമയത്ത് ഈ സിനിമ കേരളത്തിൽ എത്ര ഇതാവണമെങ്കിൽ എന്തോരം നല്ല സിനിമ ആയിരിക്കണം. അപ്പോൾ പല നല്ല റിവ്യൂകൾ കണ്ടിട്ടാണ് ഞാൻ ഈ സിനിമ എങ്ങനെയായാലും പരീക്ഷയുടെ ഡെയിലി പോയി കാണണമെന്ന് വെച്ചിട്ട് കണ്ടത്. ആഫ്റ്റർ ഓൾ ഈ സിനിമ ഇറ്റ്സ് എ റിയലി ഗുഡ് മൂവി. നിങ്ങൾ പരമാവധി OTT എങ്കിലും കാണാൻ ശ്രമിക്കുക. ഞാൻ 10-ൽ 8.5 കൊടുക്കും. മറ്റേ കുറച്ച് ഘടകങ്ങൾ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ സിനിമ റിയലി ഗുഡ് മൂവിയാണ്. പിന്നെ സോങ്സും കാര്യങ്ങളൊക്കെ ആവറേജ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിലേക്ക് കൊടുക്കുക. അടുത്ത് എനിക്കറിയാം റിവ്യൂ ഒക്കെ ഇത്തിരി ഇതാണ്, പരീക്ഷ കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ കച്ചറ പടങ്ങളൊന്നും ഞാൻ കാണാനില്ല. ഇപ്പോൾ പരമാവധി നല്ല പടങ്ങൾ മാത്രമേ സെലക്റ്റീവായിട്ട് കാണുന്നുള്ളൂ. സോ അടുത്തതിന് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ അവസാനം പറഞ്ഞത് എമ്പുരാനായിട്ട് വരാമെന്നാണ്. ഇനിയിപ്പം ഡ്രാഗൺ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വേറെ സിനിമ ഒന്നും ഉണ്ടാവില്ല, ഡയറക്റ്റ് എമ്പുരാൻ തന്നെ ഇരിക്കും. എമ്പുരാനായിട്ട് വരാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.